ആ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നൊന്നും പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇടപെടാൻ വേണ്ടി തന്നെയാണ് ജനങ്ങൾ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നത് ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഈ ഭരണഘടനയും വിദ്യാഭ്യാസ അവകാശ നിയമവും കേരള വിദ്യാഭ്യാസ നിയമവും ചട്ടങ്ങളും അനുസരിച്ച് എല്ലാ അവകാശവും കുട്ടികൾക്കുണ്ട്. ആ അവകാശമൊന്നും ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിഷേധിക്കാൻ വേണ്ടി പാടില്ല. അത് തുടക്കത്തിലെ തന്നെ അത് അവസാനിപ്പിക്കുന്നതിനുള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. ഏതെങ്കിലും ഒരു വിഭാഗത്തിന് മാത്രം ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയും. കുട്ടിയോ രക്ഷിതാവോ സ്വയം വേണ്ടെന്ന് പറയുന്നത് വരെ ശിരോവസ്ത്രം ധരിച്ച് സ്കൂളിൽ ക്ലാസ്സിലിരുന്ന് പഠിക്കാൻ കുട്ടിക്ക് അവകാശമുണ്ട്. ഏതായാലും സ്കൂളിൻ്റെ മറുപടി ഇന്ന് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് കാര്യങ്ങൾ തീരുമാനിക്കും. പ്രശ്നം അവിടെ ചർച്ച ചെയ്ത് അവർ പരിഹാരം കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. മേലാൽ ഈ സ്കൂൾ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. 5 പേജുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ടുണ്ട്. വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ കാര്യാലയം തന്നിട്ടുള്ള ഉണ്ട്. അതെല്ലാം സത്യസന്ധമായിട്ടുള്ള റിപ്പോർട്ടാണ്. അതിലൊക്കെ ഒരു ജാഗ്രതയാണ് ഗവൺമെൻറ് ഇപ്പോൾ പുലർത്തിയത്. ഇത്തരം കാര്യങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ വർഗീയത കൊണ്ടുവരുന്നതിന് വേണ്ടിയും മതവും ജാതിയും എല്ലാം വലിച്ചടയ്ക്കുന്നതിന് വേണ്ടിയും പറയാനുള്ള എളുപ്പമാണല്ലോ. അതാണ് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലാണ് ഗവൺമെൻറ് ഇടപെട്ടിട്ടുള്ളത്. പിന്നെ യൂണിഫോം തീരുമാനിക്കുന്ന അതാണ് മാനേജ്മെൻറ്റാണ്, സ്കൂൾ മാനേജ്മെൻറ്റ് തീരുമാനിക്കുക. പക്ഷേ ഇങ്ങനൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു ഒത്തീർപ്പിൻ്റെ ഒരു സ്വരം ഉണ്ടാവണമല്ലോ. ശിരോവസ്ത്രത്തിൻ്റെ ഞങ്ങൾ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരു ധാരണ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണമല്ലോ. സൂക്ഷ്മത പുലർത്തേണ്ടതാണ്. അങ്ങനെ അത്തരം കാര്യങ്ങളിൽ നിന്ന് കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉള്ള ബുദ്ധിമുട്ടും വിദ്യാഭ്യാസ വകുപ്പ് അനുഭവിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കഴിഞ്ഞ 4.5 വർഷക്കാലമായി ഇത്തരം കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മതയോടു കൂടിയുള്ള കാര്യമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു സ്ഥലത്തും വർഗീയ സംഘർഷങ്ങളില്ല. ജാതിയുടെ പേരിലോ മതത്തിൻ്റെ പേരിലോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. ഉണ്ടായാൽ തന്നെ അതിൽ ഇടപെടുന്നുണ്ട്. അതിൽ ന്യൂനപക്ഷമൊന്നും ഭൂരിപക്ഷമൊന്നും നോക്കുന്നില്ല, അതിൽ ഇടപെടുന്നുണ്ട്. പ്രശ്നമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. അതല്ലാതെ ഒരു പ്രശ്നത്തിൽ ഇടപെടുമ്പോൾ ആ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നൊന്നും പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇടപെടാൻ വേണ്ടി തന്നെയാണ് ജനങ്ങൾ ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്.